നമസ്കാരം. തമിഴക രാഷ്ട്രീയത്തിൽ വിജയ്ക്കും തമിഴക വെട്രിക്കഴകത്തിനും വിജയിക്കാനാകുമോ? DMK ആണ് മുഖ്യ രാഷ്ട്രീയ ശത്രുവെന്ന് പ്രഖ്യാപിച്ച് തമിഴകം പിടിക്കാനുള്ള നീക്കത്തിനാണ് വിജയ് മധുരയിൽ തുടക്കമിട്ടത്. മധുര ഈസ്റ്റിൽ നിന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനവും നടത്തി ഇളയ ദളപതി. TVK തമിഴകത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നറിയാൻ ഇനി അധികം കാത്തിരിക്കണ്ട. ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവനടിയുടേതുൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണം തള്ളി രാഹുൽ. പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്ന് വിശദീകരണം. MLA പദവി രാജിവെക്കണമെന്ന് CPM-ഉം BJP-യും. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന മറ്റൊരു യുവതിയുടെ ആരോപണത്തിൽ കേസെടുക്കണമെന്ന് പരാതി. രാഹുലിനെതിരെ കോൺഗ്രസിനുള്ളിലും പടയൊരുക്കം. പ്രതിഷേധങ്ങൾക്കിടെ 12 ബില്ലുകൾ ലോക്സഭയും 15 ബില്ലുകൾ രാജ്യസഭയും പാസാക്കി വർഷകാല സമ്മേളനത്തിന് സമാപനം. ജയിലിലാകുന്ന മന്ത്രിമാരെ നീക്കുന്ന ബിൽ രാജ്യസഭയിലും വലിച്ചു കീറി പ്രതിപക്ഷ MPമാർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സഭ ഇന്നും സ്തംഭിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇടപെടാൻ അധികാരമില്ലേ എന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. കത്ത് വിവാദം ശുദ്ധ അസംബന്ധമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി അംഗമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്കെതിരെ ആരോപണവും കള്ളപ്രചാരണവും ഉണ്ടാകുമെന്ന വിമർശനവുമായി MV ഗോവിന്ദൻ. കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ തന്നെ എന്നാവർത്തിച്ച് ഷെർഷാദ്. ஒரு முறை சிங்கம் கரிசிச்சதுன்னா அந்த சவுண்ட்ல ஒரு 8 கிலோமீட்டருக்கு சும்மா அதிரும், எல்லா திசைகளும் அதிரும். அப்படிப்பட்ட அந்த சிங்கம் வேட்டைக்கு மட்டும்தான் வெளியில வரும், வேடிக்கை பார்க்கறதுக்கெல்லாம் வெளியில வராது. തമിഴകത്തെ ഇളക്കി മറിച്ച് നടൻ വിജയ്. ശക്തി പ്രകടനമായി തമിഴക വെട്രിക്കഴകത്തിന്റെ സമ്മേളനം മധുരയിൽ. രാഷ്ട്രീയ ശത്രു DMK എന്ന് പ്രഖ്യാപനം. ലക്ഷ്യം 2026 തമിഴ്നാട് തെരഞ്ഞെടുപ്പെന്നും വിജയ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്താൻ 5-അംഗ സമിതി രൂപീകരിച്ചു. 60 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിർദ്ദേശം. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരായ വിനായകന്റെ പരാമർശങ്ങളിൽ പ്രതിഷേധം. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ. CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ പൊതുദർശനം. മൃതദേഹം പീരുമേട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം നാളെ വൈകിട്ട് വീട്ടുവളപ്പിൽ. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം തുടരുന്നു. പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈനിൽ കനത്ത ആക്രമണം തുടർന്ന് റഷ്യ. 574 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ച ആക്രമണം. വൻ നാശനഷ്ടം. നിരവധി പേർക്ക് പരിക്ക്, ഒരു മരണം. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ മത്സരിക്കും. അനുമതി നൽകി കേന്ദ്ര കായിക മന്ത്രാലയം. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിന് തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 98 റൺസ് വിജയലക്ഷ്യം. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സ്റ്റോറി ഓഫ് ദ ഡേ. വള്ളങ്ങളുടെ കുതിപ്പിന് പനച്ചിക്കാട്. യുവനടിയുടെ ആരോപണം ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ ധാർമ്മികതയുടെ പേരിലാണ് രാജിയെന്ന് പ്രഖ്യാപിച്ചു. മോശം അനുഭവങ്ങൾ പങ്കുവച്ച് കൂടുതൽ സ്ത്രീകൾ രംഗത്തു വരികയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന ഓഡിയോ ക്ലിപ്പ് മറ്റൊരു യുവതി പുറത്തുവിടുകയും ചെയ്തതോടെ കടുത്ത പ്രതിരോധത്തിലാവുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരട്ടെ എന്നാണ് പാർട്ടി തീരുമാനം.
തികച്ചും അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളാണ് ഒറ്റ ദിവസത്തിനുള്ളിൽ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുമ്പും സമാനമായ ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നപ്പോഴൊക്കെ പരാതിയോ വ്യക്തമായ തെളിവുകളോ ഇല്ലാതെ അവയൊക്കെ മൂടപ്പെടുകയായിരുന്നു. എന്നാൽ യുവനടി പേര് പറഞ്ഞില്ലെങ്കിലും തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നാലെ മറ്റു സ്ത്രീകൾ തങ്ങൾക്ക് നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയുക കൂടി ചെയ്തതോടെ കടുത്ത സമ്മർദ്ദത്തിലാകുകയായിരുന്നു നേതൃത്വം. ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാള് കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ കൺസേൺ. ഗർഭഛിദ്രത്തിനായി രാഹുൽ നിർബന്ധിച്ചുവെന്ന ഓഡിയോ ക്ലിപ്പ് മറ്റൊരു യുവതി തെളിവായി പുറത്തുവിട്ടതോടെ പാർട്ടിക്ക് നിൽക്കക്കള്ളിയില്ലാതായി. ദേശീയ നേതൃത്വവും രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അടിയന്തരമായി ഒഴിയുക എന്ന നിർദ്ദേശമുണ്ടായി. സ്വമേധയാ രാജിവെച്ചൊഴിഞ്ഞില്ലെങ്കിൽ പുറത്താക്കുമെന്ന അവസ്ഥ വന്നതോടെ തന്റെ രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ ധാർമ്മികതയുടെ പേരിലാണ് പദവി ഒഴിയുന്നതെന്ന് വാദിക്കുകയും ചെയ്തു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിരോധത്തിലായ പ്രതിപക്ഷ നേതാവ് എല്ലാ കാലവും സംരക്ഷിച്ച് കുഞ്ഞനിയനെ പോലെ കൂടെ നിർത്തിയ യുവ നേതാവിനെ തള്ളിപ്പറഞ്ഞു. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായി ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല. ആരായാലും രാജി ചോദിച്ചിട്ടില്ല എന്നും യാതൊരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ധാർമ്മികതയുടെ പേരിൽ രാഹുൽ സ്വയം രാജിവെക്കുകയാണ് ഉണ്ടായതെന്നും KPCC അധ്യക്ഷന്റെ വിശദീകരണം. എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. പോരാട്ടം തുടരുമെന്നും ആരെയും വ്യക്തിപരമായി ആക്രമിച്ചിട്ടില്ല എന്നും യുവനടിയും പ്രതികരിച്ചു. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം. രാഹുൽ രാജിവെച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വർക്കി, KM അഭിജിത്ത് എന്നീ പേരുകളാണ് പരിഗണിക്കുന്നത്. പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MLA സ്ഥാനത്തു നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് സമ്മർദ്ദമേറുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM-ഉം BJP-യും രംഗത്തെത്തി. വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. യുവനടി അടക്കമുള്ളവരുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. എന്നാൽ ജനപ്രതിനിധിയായി തുടരാൻ രാഹുലിന് ധാർമ്മികതയില്ലെന്നും രാജിവെക്കണമെന്നും ഒരേ സ്വരത്തിൽ CPM-ഉം BJP-യും ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ആരോപണ വിധേയനായ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന പ്രസ്താവനയാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് നടത്തേണ്ടിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് CPM-ഉം BJP-യും പോഷക സംഘടനകളും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. പാലക്കാട് MLA ഓഫീസിലേക്കും പത്തനംതിട്ടയിലെ വസതിയിലേക്കും തിരുവനന്തപുരത്തുമായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത TV. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന യുവതിയുടെ ആരോപണത്തിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മാധ്യമ വാർത്തകളിൽ വന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി. ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന പ്രവൃത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതിയിൽ ആവർത്തിച്ചു കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദത്തിനിടെയായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. അതേസമയം ബില്ലുകൾ സ്ഥിരമായി തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ ഗവർണറുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം സർക്കാരിനുണ്ടാകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതി നൽകിയ റഫറൻസിന്മേലുള്ള വാദത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ നടന്ന അതേ നിലപാട് ആവർത്തിക്കുകയാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ.
ആർട്ടിക്കിൾ 365 എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അത് പരിശോധിക്കപ്പെടേണ്ട വേദി സുപ്രീം കോടതിയല്ല എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഭരണഘടനാ ഭേദഗതി മാത്രമാണ് സമയപരിധി നിശ്ചയിക്കാനുള്ള മാർഗം. പക്ഷേ അതിന് രാഷ്ട്രീയ തീരുമാനമുണ്ടാകണമെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. സുപ്രീം കോടതിയിലേക്ക് എത്തുന്ന കേസുകളിൽ നിരവധി എണ്ണത്തിന് പരിഹാരമുണ്ടാകും, എന്നാൽ ചിലത്തിന് പരിഹാരമുണ്ടാവുകയുമില്ല. ഇത് അത്തരത്തിൽ കോടതിയിൽ നിന്ന് പരിഹാരമുണ്ടാകേണ്ട ഒന്നല്ലെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. അതേസമയം സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്കുള്ള അനുമതി സ്ഥിരമായി തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഗവർണറുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദപ്രകാരം ഗവർണർക്ക് ഒരു ബില്ലിനുള്ള അനുമതി തടയാനും നിയമസഭയിലേക്ക് തിരിച്ചയക്കാൻ അവസരം നൽകാതെ ബിൽ ഒഴിവാക്കാനും കഴിയുമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. ഈ അധികാരം ഗവർണർക്ക് അപ്പീലുകൾക്ക് മുകളിൽ ഇരിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകുകയല്ലേ ചെയ്യുന്നതെന്ന് കോടതി ചോദിച്ചു. നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഗവർണറുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് നിരീക്ഷിച്ചു. ഗവർണർ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ നിയമവ്യവസ്ഥയെ തന്നെ അത് പ്രവർത്തനരഹിതമാക്കുമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ടുമോഷണം എന്നീ ആരോപണങ്ങളിൽ ഇന്നും അതിശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിലുണ്ടായത്. പലതവണ നിർത്തിവെച്ച ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് ശേഷം പിരിയുകയായിരുന്നു. 12 ബില്ലുകൾ ലോക്സഭയിലും 15 ബില്ലുകൾ രാജ്യസഭയിലും പാസാക്കിയാണ് സമ്മേളനം അവസാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടായത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ സഭാ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടു. ലോക്സഭ 12 മണിക്കും രാജ്യസഭ 2 മണിക്കുമാണ് നടപടികൾ അവസാനിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ജൂലൈ 21 ആരംഭിച്ച സമ്മേളനത്തിൽ ഇന്നുവരെ 21 തവണയാണ് പാർലമെന്റ് സമ്മേളിച്ചത്. ഓൺലൈൻ ഗെയിമിംഗുകൾ നിയന്ത്രിക്കുന്ന ബില്ലുൾപ്പെടെ സുപ്രധാന ബില്ലുകൾ വർഷകാല സമ്മേളനത്തിൽ പാസാക്കാൻ സർക്കാരിനായി. 12 ബില്ലുകൾ ലോക്സഭയും 15 ബില്ലുകൾ രാജ്യസഭയും കടന്നു. 130-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടെ 3 സുപ്രധാന ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയിൽ പാർലമെന്റിൽ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധമറിയിച്ച പ്രതിപക്ഷം വിഷയം രാജ്യവ്യാപകമായി ഉയർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കത്ത് വിവാദം ശുദ്ധ അസംബന്ധമെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജേഷ് കൃഷ്ണയ്ക്കെതിരായ പരാതി അന്വേഷിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്കെതിരെ ആരോപണങ്ങളും കള്ളപ്രചരണങ്ങളും ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കത്ത് ചോർത്തിയത് ശ്യാംജിത്താണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. CPM-നെ കുഴക്കിയ PB കത്ത് വിവാദത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ മുൻ നിലപാടിൽ ഉറച്ചുനിന്നത്. തനിക്കും മകനുമെതിരായ ആരോപണം ശുദ്ധ അസംബന്ധമാണ്. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. താനും മകനും ഇതുവരെയും ഒരു കുഴപ്പത്തിലും ചാടിയിട്ടില്ലെന്നും ചാടുകയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. വേറെ ഒന്നും അതിന് പറയാനില്ല. അസംബന്ധ പ്രഖ്യാപനമാണ്. അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ചാടിയില്ല, ഒരു ഉറപ്പത്തിനും ചാടിയില്ല, ചാടുമില്ല, മകനുമില്ല. രാജേഷ് കൃഷ്ണ പാർട്ടി അംഗമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അയാൾ പ്രവർത്തിക്കുന്നത് ഇംഗ്ലണ്ടിലാണെന്നും അയാൾക്കെതിരെയുള്ള പരാതിയിൽ നടപടി സ്വീകരിക്കേണ്ടത് CPM കേന്ദ്ര നേതൃത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറല്ല. രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ്. സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത്. അതേസമയം താൻ PBക്ക് നൽകിയ കത്ത് ചോർത്തി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. അതേസമയം മുഹമ്മദ് ഷർഷാദിനെതിരെ രാജേഷ് കൃഷ്ണയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മാനനഷ്ട കേസും നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കത്ത് ചോർച്ചാ വിവാദത്തിൽ എം വി ഗോവിന്ദൻ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് വ്യവസായി മുഹമ്മദ് ഷെർഷാദ്. നോട്ടീസിലെ ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ തന്നെയാണെന്നും മുഹമ്മദ് ഷെർഷാദ് ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ചു. നേരത്തെ ഉന്നയിച്ച പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും CPM-നെയോ പാർട്ടി സെക്രട്ടറിയോ അല്ല കുറ്റപ്പെടുത്തിയതെന്നും ഷെർഷാദ് പറഞ്ഞു. രാജേഷ് കൃഷ്ണയും ശ്യാംജിത്തും തമ്മിലുള്ള ബന്ധത്തെയാണ് കുറ്റപ്പെടുത്തിയത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന അവസ്ഥയിലാണ് രാജേഷ് കൃഷ്ണയെന്നും മുഹമ്മദ് ഷെർഷാദ് ആരോപിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ വക്കീൽ നോട്ടീസിന് ഉടൻ മറുപടി നൽകുമെന്നും ഷെർഷാദ് വ്യക്തമാക്കി. തമിഴകത്തെ ഇളക്കി മറിച്ച് നടൻ വിജയ്. ശക്തിപ്രകടനമായി തമിഴക വെട്രിക്കഴകത്തിന്റെ 2ാം സംസ്ഥാന സമ്മേളനം മധുരയിൽ നടന്നു. DMK-യും BJP-യും കടന്നാക്രമിച്ച വിജയുടെ പ്രസംഗത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം കന്നി അംഗത്തിനിറങ്ങുമെന്നും സ്റ്റാലിനെ വീട്ടിലിരുത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഒരു സിംഹം എപ്പോഴും എതിലും പെക്യൂലിയർ தான். സിംഹം പുറത്തിറങ്ങുന്നത് വേട്ടയ്ക്കുന്ന തരത്തിലുള്ള മാസ് ഡയലോഗുകൾ. പ്രസംഗത്തിലുടനീളം DMK-ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ. പ്രത്യയശാസ്ത്രപരമായ ഒരേ ഒരു ശത്രു BJP തുടങ്ങി കേന്ദ്രത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശന അമ്പുകൾ എയ്യുകയായിരുന്നു പ്രസംഗത്തിലുടനീളം നടൻ വിജയ്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങാനൊരുങ്ങുന്ന തമിഴക വെട്രി കഴകത്തിന്റെ 2ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് വിജയ് പാർട്ടി നയങ്ങളും നിലപാടും വ്യക്തമാക്കിയത്. ரசிகர்களாக இருந்து தோழர்களாக நம்மோடு பயணிக்க துவங்கியுள்ள அனைவரோடும் இணைந்த ஒவ்வொரு மனிதருக்காகவும் ஒலிக்கிற உரிமை குரல், மாநில உரிமைக்காக, பெண் உரிமைக்காக, சமூக நீதிக்காக, சமநீதிக்காக, மதச்சார்பின்மைக்காக உண்மையா ஒலிக்கிற குரல். அதனால் இந்த குரலுக்கு எதிரா இன்னும் இன்னும் எத்தனை கூக்குரல்கள் வந்தாலும் ஓங்கி ஒலிக்குமே தவிர ஒரு நாளும் ஓயாது. எஸ், DMK-യുമായോ BJP-യുമായോ സഖ്യത്തിനില്ലെന്നും തനിച്ച് മത്സരിക്കുമെന്നും നിലപാട് വ്യക്തമാക്കിയ വിജയ് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെ ഇനി നിയമസഭയിലേക്ക് എത്തിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെയും വയോധികരുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് TVK-യുടെ മുൻഗണന. കർഷകർ, യുവാക്കൾ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങി പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരോട് സൗഹാർദ്ദപൂർണമായ സമീപനമായിരിക്കും TVK സർക്കാരിനുണ്ടാവുകയെന്നും വിജയ് പറഞ്ഞു. മധുര തൂത്തുക്കുടി ദേശീയപാതയിൽ എലിയാർപതി ടോൾ ബൂത്തിന് സമീപം 500 ഏക്കർ വിസ്തൃതിയിലുള്ള മൈതാനത്തൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു സമ്മേളനം. 1.5 ലക്ഷം അണികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നാണ് തമിഴക വെട്രി കഴകത്തിന്റെ വാദം. മകന്റെ രാഷ്ട്രീയ തീപ്പൊരി പ്രസംഗം കാണാൻ അച്ഛൻ SA ചന്ദ്രശേഖറും അമ്മ ശോഭയും വേദിയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്താൻ 5-അംഗ സമിതി രൂപീകരിച്ചു. ആരോപണങ്ങൾ അന്വേഷിച്ച് 60 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇന്നലെ ചേർന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സമിതിയെ നിയോഗിച്ചത്. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരായ വിനായകന്റെ പരാമർശങ്ങളിൽ അമ്മ പ്രതിഷേധവും രേഖപ്പെടുത്തി. സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞ നടിമാരുടെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പ്രത്യേക സമിതി. 5-അംഗ സമിതി അന്വേഷിച്ച് 60 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടിയും അമ്മ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരനെതിരായാണ് മെമ്മറി കാർഡ് വിഷയത്തിൽ പരാതികൾ ഉയർന്നിരുന്നത്. നടൻ വിനായകൻ, യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളിൽ അമ്മ പ്രതിഷേധവും രേഖപ്പെടുത്തി. അമ്മ നടത്തിവരുന്ന വിവിധ ഇനം പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുക്കു പരമേശ്വരന്റെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റികളും രൂപീകരിക്കും. ഇന്നലെ ചേർന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിരുന്നു തീരുമാനങ്ങൾ. ശ്വേതാ മേനോൻ അധ്യക്ഷയായി പുതിയ ഭരണസമിതി രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു ഇന്നലത്തേത്. 17-അംഗ സമിതിയിൽ 16 പേരും യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. CPI നേതാവും പീരുമേട് MLA-യുമായ വാഴൂർ സോമൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. MLA-യുടെ ആകസ്മികമായി ഉണ്ടായ മരണത്തിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരുമടക്കം രാഷ്ട്രീയ നേതൃത്വം ആശുപത്രിയിലെത്തി. പിന്നീട് MN സ്മാരകത്തിലെത്തി നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി K. രാജൻ വിളിച്ചു ചേർത്ത റവന്യൂ അസംബ്ലി യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു പീരുമേട് MLA-ആയ വാഴൂർ സോമൻ തിരുവനന്തപുരത്തെത്തിയത്. തന്റെ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള നിർദ്ദേശങ്ങളും ലയങ്ങളുടെ ശോചനീയാവസ്ഥയും ചൂണ്ടിക്കാട്ടി യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് റവന്യൂ മന്ത്രിക്കൊപ്പം ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. യോഗശേഷം ഹാളിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ടത്. കുഴഞ്ഞുവീണ MLA-യെ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഹൃദയാഘാതമുണ്ടായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നതിനാൽ സാധിച്ചില്ല.
വൈകിട്ട് 5 മണിയോടെ അന്ത്യം സംഭവിച്ചു. MLAയുടെ ആകസ്മികമായുണ്ടായ മരണത്തിന്റെ ഞെട്ടലിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും അടക്കം നേതാക്കൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. തുടർന്ന് 7 മണിയോടെ MN സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളൊരു വർഗത്തെ രൂപപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് വാഴൂർ സോമൻ. MLAയുടെ പെട്ടെന്നുള്ള നിര്യാണം ഞങ്ങളെ എല്ലാവരെയും സ്തബ്ധരാക്കി. വളരെ അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ഒരു സുഹൃത്തു കൂടിയായിരുന്നു. വളരെ സരസമായി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന നിയമസഭയിലെ ഒരു തലമുതിർന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. 8:30 ഭൗതിക ശരീരം പീരുമേട്ടിലേക്ക് കൊണ്ടുപോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തോട്ടം തൊഴിലാളികൾക്കായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു വാഴൂർ സോമൻ. കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്ന് പീരുമേട്ടിലെത്തിയ അദ്ദേഹം 5 പതിറ്റാണ്ടോളം തൊഴിലാളികൾക്കിടയിൽ അവരിലൊരാളായി പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി നിലപാടുകൾ സ്വീകരിച്ച നേതാവായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലെ വാഴൂരിൽ കുഞ്ഞുപാപ്പന്റെയും പാർവതിയമ്മയുടെയും 7 മക്കളിൽ 6-മനായി 1982 വാഴൂർ സോമന്റെ ജനനം. AISF-ലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്. കോട്ടയം ജില്ലയിലെ വാഴൂരാണ് ജന്മനാടെങ്കിലും പ്രവർത്തന മേഖല ഇടുക്കിയിലെ പീരുമേടായി. 1977 മുതൽ ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 3 തവണ പീരുമേട് MLA ആയിരുന്ന ES ബിജിമോളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് CPI മാറ്റി നിർത്തിയപ്പോൾ പകരം പരിഗണിച്ചത് വാഴൂർ സോമനെയായിരുന്നു. CPI-യിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട കാലത്തായിരുന്നു AITUC നേതൃത്വത്തിന്റെ പിന്തുണയോടെ വാഴൂർ സോമൻ പീരുമേട്ടിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയത്. കോൺഗ്രസിലെ സിറിയക് തോമസിനെ 1835 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തി. 2005-ൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വാഴൂർ സോമൻ 2016-ൽ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും പ്രവർത്തിച്ചു. തോട്ടം തൊഴിലാളികൾക്കു വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൽ പലതവണ പോലീസ് മർദ്ദനത്തിന് ഇരയായി. 2000-ൽ പീരുമേട് തേയിലത്തോട്ടം പ്രതിസന്ധി രൂക്ഷമായപ്പോൾ തിരുവനന്തപുരത്തേക്ക് നടത്തിയ പട്ടിണി മാർച്ചിന് മറ്റ് ട്രേഡ് യൂണിയനുകളുമായി ചേർന്ന് നേതൃത്വം നൽകി. MLA ആയ ശേഷവും ജീപ്പിൽ സഞ്ചരിക്കുന്ന വാഴൂർ സോമൻ മറ്റു ജനപ്രതിനിധികളിൽ നിന്ന് വേറിട്ടു നിന്നു. കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം നിലപാടെടുത്തു. പീരുമേട്ടിൽ വന്യജീവി ആക്രമണം രൂക്ഷമായപ്പോൾ വനം വകുപ്പ് മന്ത്രിക്കെതിരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വാഴൂർ സോമൻ പ്രതികരിച്ചത്. തോട്ടം തൊഴിലാളികളെ ഹൃദയത്തോട് ചേർത്തുപിടിച്ച നേതാവ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ സമരനായകൻ. വാഴൂർ സോമന്റെ ലളിതമായ ജീവിതവും തൊഴിലാളികളോടുള്ള അർപ്പണബോധവും കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. അമൃത ന്യൂസ്, ഇടുക്കി. 3 ദിവസത്തെ റഷ്യ സന്ദർശനത്തിയ വിദേശകാര്യമന്ത്രി S ജയശങ്കർ മോസ്കോയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തതായാണ് സൂചന. നേരത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളിൽ ഏറ്റവും സ്ഥിരതയുള്ളത് എന്നാണ് റഷ്യയുമായുള്ള ബന്ധത്തെ ജയശങ്കർ വിശേഷിപ്പിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് ട്രംപ് ഇന്ത്യക്കെതിരെ തീരുവകൾ കൂട്ടിയ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയും ചർച്ചയും. യുക്രൈനിൽ കനത്ത ആക്രമണം തുടർന്ന് റഷ്യ 574 ഡ്രോണുകളും 40 മിസൈലുകളുമാണ് റഷ്യ വർഷിച്ചത്. ലെവീവ് നഗരത്തിൽ വൻ നാശനഷ്ടം ഉണ്ടായി. ഇവിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 15-ലേറെ പേർക്ക് പരിക്കേറ്റു. തെക്കൻ യുക്രൈനിലെ 5 നഗരങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഇലക്ട്രോണിക്സ് ഫാക്ടറിയിലും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയതന്ത്ര നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിടെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിന് ജയം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 1 വിക്കറ്റിനാണ് മുൻ ചാമ്പ്യന്മാർ പരാജയപ്പെടുത്തിയത്. 139 റൺസ് വിജയലക്ഷ്യം. അവസാന ഓവറിൽ 1 പന്ത് ബാക്കി നിൽക്കെ കൊല്ലം സെയിലേഴ്സ് മറികടന്നു. ബിജു നാരായണന്റെ ബാറ്റിൽ നിന്ന് നേടിയ 6 ആണ് കൊല്ലത്തിന്റെ വിജയം കുറിച്ചത്. 2ാം മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 98 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം 20 ഓവറിൽ 97 റൺസ് എടുത്ത് പുറത്തായി. ബേസിൽ തമ്പിയും അഭിജിത്ത് പ്രവീണുമാണ് ഭേദപ്പെട്ട സ്കോർ നേടിയത്. കൊച്ചിക്കായി അഖിൻ സത്താർ 3 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ 30 റൺസ് എടുക്കുന്നതിനിടെ കൊച്ചിക്ക് 2 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്.
ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ മത്സരിക്കും. കേന്ദ്ര കായിക മന്ത്രാലയം അനുമതി നൽകി. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരും. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. താമരശ്ശേരിയിൽ മരിച്ച കുട്ടിയുടെ സഹോദരൻ 7 വയസ്സുകാരനാണ് രോഗബാധ. മറ്റൊരു സഹോദരനും സമാന ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് ഗതാഗതം സുഗമമാക്കിയിട്ട് മതിയെന്ന് ഹൈക്കോടതി. ടോൾ പിരിവ് നിരോധനം സെപ്റ്റംബർ 9 വരെ നീട്ടി. നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചിട്ട് പോലും ഹൈക്കോടതിയുടെ നിരോധന ഉത്തരവ് മറികടക്കാനായില്ല. റോഡിൽ മണിക്കൂറുകൾ നീണ്ട കനത്ത ഗതാഗതക്കുരുക്ക് നിലനിൽക്കുമ്പോൾ ടോൾ പിരിക്കുന്നത് അനീതിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിസ്സംഗതയിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കോട്ടയം CMS കോളേജിൽ സംഘർഷമുണ്ടായി. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജ് അധികൃതർ നേരത്തെ ഗേറ്റ് പൂട്ടിയിരുന്നു. ഇതിനിടയിൽ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. ഇതിന് പിന്നാലെ ഗേറ്റ് തള്ളി തുറന്ന് പുറത്തുണ്ടായിരുന്ന SFI പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇത് കൂടുതൽ സംഘർഷത്തിനിടയാക്കി. ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോട്ടയം DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. താമരശ്ശേരിയിൽ മരിച്ച കുട്ടിയുടെ സഹോദരൻ 7 വയസ്സുകാരനാണ് രോഗബാധ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത് ഇതോടെ 5 പേരായി. താമരശ്ശേരി അമീബിക് ബാധിച്ച് മരിച്ച കുട്ടിയുടെ സഹോദരന് ഇന്നാണ് പോസിറ്റീവായത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് പ്രാഥമിക പരിശോധനയിൽ നേരത്തെ നെഗറ്റീവായിരുന്നു. രോഗലക്ഷണങ്ങളുള്ളതിനാലാണ് വീണ്ടും ടെസ്റ്റ് നടത്തിയത്. മറ്റൊരു സഹോദരനും സമാന ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. 3 കുട്ടികളും താമരശ്ശേരിയിലുള്ള വീടിന് സമീപത്തെ കുളത്തിൽ കുളിച്ചതിന് ശേഷമായിരുന്നു രോഗബാധയുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം ചേളാരി സ്വദേശിയായ 11-കാരന് കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഈ കുട്ടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എങ്ങനെ രോഗം ബാധിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രോഗം സ്ഥിരീകരിച്ച കോഴിക്കോട് സ്വദേശികളായ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെയും യുവാവിൻ്റെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോട്ടയം നഗരത്തിലും പാലാ കൊല്ലപ്പള്ളിയിലും ആളുകളെ ആക്രമിച്ച തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിലെ ADDL നടത്തിയ പരിശോധനയിലാണ് 2 നായ്ക്കൾക്കും പേവിഷബാധ സ്ഥിരീകരിച്ചത്. കോട്ടയം നഗരത്തിലെ ഇന്നലെ ഉച്ചയോടെയും കൊല്ലപ്പള്ളിയിൽ ചൊവ്വാഴ്ച വൈകുന്നേരവുമാണ് ആളുകൾക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായത്. കോട്ടയം നഗരത്തിൽ 7 പേർക്കും കൊല്ലപ്പള്ളിയിൽ 5 അതിഥി തൊഴിലാളികൾക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. എറണാകുളത്തു നിന്നുള്ള വിദഗ്ധ സംഘം കൊല്ലപ്പള്ളിയിലെത്തി തെരുവുനായ്ക്കൾക്ക് പേവിഷബാധയുടെ പ്രതിരോധ കുത്തിവയ്പ് നൽകി. ആലപ്പുഴ നഗരം അടക്കി വാഴുകയാണ് തെരുവുനായക്കൂട്ടം. പരിഹാര നടപടികൾ പലതുണ്ടാകും എന്ന് അധികൃതർ പറയുമ്പോഴും കുട്ടനാട്ടിലെ തെരുവുനായ ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും നായ്ക്കളുടെ ആക്രമണവും പരിക്കേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുട്ടനാട്ടുകാരുടെ ഈ തെരുവുനായ ഭീതി. സമാനതകളില്ലാത്ത ആക്രമണങ്ങൾക്കും മരണങ്ങൾക്കും ജില്ല സാക്ഷ്യം വഹിച്ചിട്ടും അനങ്ങാപ്പാറ നയം തുടരുകയാണ് ഭരണസിരാ കേന്ദ്രങ്ങൾ കൈയാളുന്നവർ. നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം തെരുവുനായശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ നായശല്യം രൂക്ഷമാണെന്ന് പരാതി ഉയർന്നിട്ടും ഫലപ്രദമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെ നഗരത്തിൽ നായ്ക്കളുടെ ആക്രമണവും പരുക്കേൽക്കുന്നവരുടെ എണ്ണവും ദിവസേന വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 5ഓളം സ്കൂൾ കുട്ടികളെ നായ ക്രൂരമായി ആക്രമിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ അനുഭവം. ഈ നായയ്ക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു പ്രശ്നം നേരിടുന്നതെന്ന് പറഞ്ഞാൽ പട്ടിശല്യമാണ്. പട്ടിശല്യം എനിക്കൊന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 4 കുട്ടികളെ, നമ്മുടെ ഇവിടെ പഠിക്കുന്ന 4 കുട്ടികളെ അത് പേ ബാധിച്ച പട്ടികൾ, അതിനുശേഷം അത് മനസ്സിലാക്കി പേ ബാധിച്ച പട്ടികൾ 4 കുട്ടികളെ കടിക്കുകയുണ്ടായി. ഇന്നലെ ഭയങ്കര ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മുടെ തൊട്ട് പുറകിലാണ് ഈ പേ ബാധിച്ച ഒരു പട്ടി ഓടി നടന്ന് ഏകദേശം 12ഓളം പേരെ
കടിച്ചത്. അപ്പോൾ ഇതിനെ ഇവിടുന്ന് ഒന്ന് മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്നോ ചെയ്തേ പറ്റത്തുള്ളൂ. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനായി ഓരോ വർഷവും തദ്ദേശ സ്ഥാപനങ്ങൾ ബജറ്റിൽ തുക അനുവദിക്കാറുണ്ടെങ്കിലും ഒന്നും കൃത്യമായി നടപ്പാക്കുന്നില്ല. ആലപ്പുഴയുടെ ഭരണസിരാ കേന്ദ്രമായ കളക്ട്രേറ്റ്, ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം, കോടതി എന്നിവിടങ്ങളിലെല്ലാം തെരുവുനായക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. നായ്ക്കൾക്കുള്ള പ്രതിരോധ വാക്സിനേഷൻ പ്രക്രിയ പലപ്പോഴും പേരിന് നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ കൈകഴുകുന്ന സ്ഥിതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അവയെ പിടികൂടാനുള്ള വിദഗ്ധ പരിശീലനം നൽകാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിന് തൊഴിലാളികൾ തയ്യാറാകുന്നില്ല. ഇതിനാരും തയ്യാറായില്ലെങ്കിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരെ എടുക്കുന്ന കാര്യം ഇനി ആലോചിക്കേണ്ടി വരും. അപ്പോഴും ജീവൻ പണയം വെച്ച് ഭീതിയോടെ തെരുവിലിറങ്ങി നടക്കേണ്ടി വരുന്നത് കുട്ടനാട്ടിലെ ജനങ്ങളാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.